20 News. ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ജെഇഇ അഡ്വാൻസ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏപ്രിൽ 23 മുതൽ. കേരളത്തിലെ ബിഎസ്സി നഴ്സിംഗ് പ്രവേശനം ആശങ്കകൾ പരിഹരിക്കണം. എൻഡിഎയുടെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കണം. മാർഗനിർദ്ദേശങ്ങളുമായി ഉന്നതതല സമിതി. സിയുടിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ യുജിസി. അഭിപ്രായങ്ങൾ അറിയിക്കാൻ 26 വരെ അവസരം. 2025 ഇന്ത്യയിലെ ഐഐടികളിലേക്കുള്ള ബിടെക് പ്രവേശനത്തിനായുള്ള ജെഇഇ അഡ്വാൻസ് പരീക്ഷ മെയ് 18 നടക്കും. രാജ്യത്തെ ആകെയുള്ള 23 ഐഐടികളിലെ 16,500ഓളം സീറ്റുകളിലേക്കാണ് പ്രവേശനം നടക്കുന്നത്. വിശദാംശങ്ങൾ കാണാം. 23 ഐഐടികളിലെ വിവിധ ബിടെക് പ്രോഗ്രാമുകൾക്കുള്ള പ്രവേശനത്തിനായുള്ള ജെഇഇ അഡ്വാൻസ്ഡ് എൻട്രൻസ് എക്സാം മെയ് 18 നടക്കും. റിസൾട്ട് ജൂൺ 2 പ്രസിദ്ധീകരിക്കും. ഏപ്രിൽ 23 മുതൽ മെയ് 5 വരെയാണ് രജിസ്റ്റർ ചെയ്യുവാനുള്ള സമയം. വിശദമായ വിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷിക്കുന്നതിനും jeiadv.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഈ വർഷം കാൺപൂർ ഐഐടിക്കാണ് പരീക്ഷാ ചുമതല. ഓൺലൈനായി നടക്കുന്ന പ്രവേശന പരീക്ഷയിൽ ഓരോ സബ്ജക്റ്റിനും നിശ്ചിത കട്ട് ഓഫ് മാർക്കിന് മുകളിലുള്ള കുട്ടികൾ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയുള്ളൂ. IIT, NIT, IIIT, സെൻട്രൽ ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രവേശന നടപടികൾ ജൂൺ 2ാമത്തെ ആഴ്ച josa.nic.in എന്ന വെബ്സൈറ്റ് വഴി ആരംഭിക്കും. രാജ്യത്താകെയുള്ള 23 ഐഐടികളിലെ 16,500ഓളം സീറ്റുകളിലേക്ക് ജെഇഇ അഡ്വാൻസ്ഡ് റാങ്ക് അനുസരിച്ചും 31 NITകളിലെ 24,000ഓളം സീറ്റുകളിലേക്ക് ജെഇഇ മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ചും ജൂണിൽ josa.nic.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ അലോട്ട്മെന്റ് ആരംഭിക്കും. 6 റൗണ്ട് അലോട്ട്മെന്റിന് ശേഷം CSAB വഴി 2 സ്പോട്ട് അലോട്ട്മെന്റ് വേറെയും ഉണ്ടാകും. 2025 ബിഎസ്സി നഴ്സിംഗ് പ്രവേശനം സംബന്ധിച്ച് കേരളത്തിലെ പ്രവേശന തീയതി നേരത്തെ പ്രസിദ്ധപ്പെടുത്തണമെന്ന് വിവിധ മേഖലയിൽ നിന്ന് ആവശ്യങ്ങൾ ഉയരുകയാണ്. അതേസമയം സംസ്ഥാനത്തെ നഴ്സിംഗ് കോളേജുകളിലെ സീറ്റ് നിർണയം മുതൽ പ്രവേശന തീയതി വരെയുള്ള കാര്യങ്ങളിൽ കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ വകുപ്പിന്റെ മാർഗനിർദ്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. ജോർജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിന് പുറത്ത് വിവിധ പ്രവേശന പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നഴ്സിംഗ് പ്രവേശനം ലഭിക്കുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം വരെ +2 മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളത്തിൽ നിന്നും പ്രവേശനം നടത്തിയത്. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നിർദ്ദേശമനുസരിച്ച് 2022 തന്നെ കർണാടകയിൽ BSc നഴ്സിംഗ് പ്രവേശനം ലഭിക്കുന്നതിന് CET നടത്തുന്ന പ്രവേശന പരീക്ഷയും തമിഴ്നാട്ടിൽ അവർ നടത്തുന്ന പരീക്ഷയും നിർബന്ധമാക്കിയിരുന്നു. ആന്ധ്ര, തെലങ്കാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നീറ്റ് എക്സാമിന് ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം. കൂടാതെ ജിപ്മർ, മൗലാന, BHU, RAK തുടങ്ങിയ നാഷണലൈസ്ഡ് സ്ഥാപനങ്ങളിലും AFMC പൂനെ അടക്കമുള്ള 5 മിലിറ്ററി നഴ്സിംഗ് കോളേജുകളിലും നീറ്റ് തന്നെയാണ് അടിസ്ഥാന യോഗ്യത. എന്നാൽ ഏറ്റവും ചെലവ് കുറഞ്ഞ് BSc നഴ്സിംഗ് പഠനം സാധ്യമായ എയിംസ് ഡൽഹി, എയിംസ് ഭുവനേശ്വർ, എയിംസ് ഭോപ്പാൽ തുടങ്ങി 14 എയിംസ് നഴ്സിംഗ് കോളേജുകളിൽ ജൂൺ 1 എയിംസ് തന്നെ നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം ലഭിക്കുക. അതുകൊണ്ട് തന്നെ കേരളത്തിലും ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കണമെന്നാണ് പല മേഖലകളിൽ നിന്നുമുള്ള പ്രതികരണം. അതേസമയം സംസ്ഥാനത്തെ നഴ്സിംഗ് കോളേജുകളിലെ സീറ്റ് നിർണയം മുതൽ പ്രവേശന തീയതി വരെയുള്ള കാര്യങ്ങളിൽ കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങളുമായി ഉന്നതതല സമിതി. പരീക്ഷകൾ കുറ്റമറ്റതാക്കാൻ തിരഞ്ഞെടുപ്പ് സുരക്ഷാ മുന്നൊരുക്കങ്ങൾക്ക് സമാനമായ തരത്തിൽ പഴുതടച്ച സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് സമിതി നിർദ്ദേശിച്ചു. ISRO മുൻ ചെയർമാൻ K. രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച ഉന്നതതല സമിതിയുടേതാണ് നിർദ്ദേശങ്ങൾ. മുഴുവൻ പരീക്ഷാ കേന്ദ്രങ്ങളിലും പരീക്ഷയുടെ മേൽനോട്ടത്തിനായി പ്രിസൈഡിംഗ് ഓഫീസർമാരെ നിയോഗിച്ചിരിക്കണം. പരീക്ഷകൾക്ക് മുൻപ് ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ സീൽ ചെയ്യണം. NDAയിൽ സ്ഥിരം ജീവനക്കാരെ നിയമിക്കേണ്ടതില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2025 മുതൽ CUET, UG, PG പരീക്ഷകൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. വിദഗ്ധ സമിതി കൊണ്ടുവരുന്ന നിർദ്ദേശങ്ങളിൽ 26 വരെ ഗൂഗിൾ ഫോമിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. റിപ്പോർട്ടിലേക്ക്. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച ശേഷം 2025 മുതൽ CUET പരീക്ഷകൾക്ക് മാറ്റങ്ങൾ നടപ്പാക്കാനാണ് തീരുമാനം. ഈ നിർദ്ദേശങ്ങളിൽ 26 വരെ ഗൂഗിൾ ഫോം ലിങ്ക് വഴി അഭിപ്രായങ്ങൾ അറിയിക്കാം. +2 തലത്തിൽ പഠിച്ച വിഷയങ്ങൾ പരിഗണിക്കാതെ CUET, UG പരീക്ഷാ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാമെന്ന നിർദ്ദേശം ഒറ്റനോട്ടത്തിൽ സൗകര്യപ്രദമായി തോന്നുമെങ്കിലും പല കാരണങ്ങളാൽ ഈ ഇളവ് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പങ്കെടുക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണവും ലഭ്യമായ പ്രോഗ്രാമുകളുടെ എണ്ണവും പരിഗണിക്കുമ്പോൾ തിരഞ്ഞെടുക്കാവുന്ന ടെസ്റ്റുകളുടെ എണ്ണം 5 ആയി കുറയ്ക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ടെസ്റ്റ് വിഷയങ്ങളുടെ സെലക്ഷൻ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കും.
കഴിഞ്ഞ വർഷം നൽകിയതുപോലെ 6 ടെസ്റ്റുകളെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള അവസരം നിലനിർത്തുന്നത് സഹായകരമായിരിക്കും. 2023 10 ടെസ്റ്റുകൾ എഴുതാൻ അവസരം നൽകിയിരുന്നു. വിവിധ സ്ഥാപനങ്ങളുടെ വിവിധ കോഴ്സുകളിലെ പ്രവേശനത്തിന് വ്യത്യസ്ത വിഷയങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതിനാൽ കൂടുതൽ ടെസ്റ്റുകൾ എഴുതാനുള്ള അവസരം അനിവാര്യമാണ്. ഇന്നത്തെ പ്രധാന വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.